നമസ്കാരം. അങ്ങനെ ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ കണ്ടു. ഡിജോ ജോസ് ആന്റണിയുടെ സിനിമയാണെന്ന് പറയുമ്പോൾ തന്നെ ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ, അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ പെടുന്ന സിനിമ. പുള്ളി ചുമ്മാ ഒന്നും ഒരു സിനിമ എടുക്കില്ല എന്നുള്ളത് നമുക്കറിയാം. അതുമാത്രമല്ല, കഴിഞ്ഞ ആഴ്ച റിലീസാവേണ്ട സിനിമ ഈ ആഴ്ചത്തേക്ക് മാറ്റി, ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടാന്നില്ല. പുള്ളി ഒരു രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ പെർഫോമൻസസ്, കായിദു ലോഹർ, ടൊവിനോ, ഇവരൊക്കെ സൂപ്പറായിട്ട് തന്നെ പെർഫോം ചെയ്തു. വിജയരാഘവൻ സൂപ്പറായിരുന്നു. പിന്നെ ഡിജോ ജോസ് ആന്റണിയുടെ ഒരു സ്ഥിരം ആളുകളെല്ലാം തന്നെ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. പിന്നെ ഒരു ക്യാമിയോ റോളുണ്ട്, അത് ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ജനഗണമന, അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ ഒക്കെ കണ്ടവർക്ക് പുള്ളി ആരെയായിരിക്കും ക്യാമിയോ റോളിൽ അങ്ങനെ റോളിൽ കൊണ്ടുവരുന്നതെന്നൊക്കെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു ക്യാമിയോ. അപ്പം അവസാനമൊക്കെ എൻഡ് ചെയ്യുന്ന രീതിയൊക്കെ കിടിലായിരുന്നു. പിന്നെ മറ്റേ കാട്ടുചെമ്പവും പൂത്തോട്ടെ എന്ന് പറയുന്ന ആ പാട്ട് കാണാൻ തന്നെ വേണമെങ്കിൽ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ടത് എടുത്തു വെച്ചിട്ടുണ്ട്. വിഷ്വൽസ് എല്ലാം ഗംഭീരമായിരുന്നു. പാട്ടുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, ഇതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു കോമഡി പടമൊന്നും കാണാനായിട്ട് വരുന്നവർ ഈ പടം കാണാനൊന്നും കയറേണ്ടതില്ല. ഇതൊരു സീരിയസ് മോഡിൽ പോകുന്ന പടം, ഒരു പ്രത്യേകതരം രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന സിനിമ. പല രീതിയിലും പല രാഷ്ട്രീയവും പറഞ്ഞു പോകുന്നുണ്ട്. പല രീതിയിലും നമ്മളെ ചിലർക്കൊന്നും സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. അതൊരു പ്രത്യേക വിഭാഗക്കാർക്ക് തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാം കണ്ടിരിക്കാവുന്ന രീതിയിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുള്ള അടിപൊളി ഒരു എൻ്റർടൈനറാണ്. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളും സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ പള്ളിച്ചട്ടമ്പി എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും പോയി കാണാൻ ശ്രമിക്കുക. അപ്പം ഹാപ്പി വിഷു.